ദിസ് ടു ഷാൽ പാസ്. ഈ കോട്ട് കേൾക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് ഈ കോട്ട് ഞാൻ ഒത്തിരി തവണ കേട്ടിട്ടുണ്ടെങ്കിലും അത് സ്ട്രൈക്ക് ചെയ്തൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. അത് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒത്തിരി തവണ കേട്ട കാര്യങ്ങളും ചിലത് ചില സമയത്ത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ചില സമയത്ത് ചിലവർ ട്രസ്റ്റ് ചെയ്ത് പറയുമ്പോൾ അല്ലെങ്കിൽ റാൻഡമായിട്ട് കേൾക്കുമ്പോഴായിരിക്കും ആ ഒരു കാര്യം കറക്റ്റായിട്ട് സ്ട്രൈക്ക് ചെയ്യുക, അല്ലേ? ദിസ് ടു ഷാൽ പാസ് എന്ന് പറയുമ്പോൾ സന്തോഷം വരുമ്പോൾ സങ്കടവും വരും, സങ്കടമുള്ള സമയത്ത് സന്തോഷം വരും. അങ്ങനെയാണ് ലൈഫിൻ്റെ ഒരു പാത്ത് വേ. പലപ്പോഴും നമ്മൾ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് സന്തോഷം വരുമ്പോൾ നമ്മൾ ഇനി സങ്കടം വരുമെന്ന് ആലോചിക്കുന്നവർ വളരെ കുറച്ചാണ്. ആ ഒരു മൊമെൻറ്റ് വളരെയധികം എൻജോയ് ചെയ്യുന്ന ആൾക്കാർ. പക്ഷെ സങ്കടം വരുമ്പോൾ നമ്മൾ പലപ്പോഴും എടുത്തു ചാടി പല റോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും. ഒരു പക്ഷേ എന്നൊരാൾ ഹേർട്ട് ചെയ്താൽ അയാളെ തിരിച്ചപ്പം തന്നെ ഹേർട്ട് ചെയ്യണം എന്നുള്ള ഒരു റിവെഞ്ച് വരുന്നൊരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ എനിക്ക് വല്ലാതെ വിഷമം വരും, ഞാൻ എൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിച്ചേക്കാം എന്ന് വളരെ തെറ്റായ ഒരു ആശയം മനസ്സിൽ വരാം. അല്ലെങ്കിൽ എൻ നമ്പർ ഓഫ് തിങ്സ്, എങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് ഒരാൾക്കോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പല തോട്ട്സും നമുക്ക് വരും, വിച്ച് ഇസ് ദേർ. പക്ഷേ യു ഓൾസോ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് അതും ഒരു മൊമെൻ്ററിയാണ്. ഒരാളുടെ ജീവിതത്തിലും സങ്കടം മാത്രം നിലനിൽക്കുന്ന ഒരു ജീവിതം ഉണ്ടാവില്ല. അവർക്ക് സങ്കടം ഉണ്ടെങ്കിൽ ഈക്വൽ ഷെയർ ഓഫ് സന്തോഷം, സന്തോഷമുണ്ടെങ്കിൽ ഈക്വൽ ഷെയർ ഓഫ് സങ്കടം. അങ്ങനെയാണല്ലേ, ദാറ്റ് ഇസ് ഹൗ ലൈഫ് ഇസ്. പക്ഷെ പലപ്പോഴും ഇമോഷൻസ് ഹൈറ്റൻഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നോട്ട് റിമെമ്പർ ദാറ്റ്. പക്ഷെ തെറ്റായിട്ടുള്ളൊരു ഡിസിഷൻ ചാടി ആ ഒരു ഇമോഷൻ ഹൈറ്റൻഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ചാടി കയറി വിഷമിച്ചിരിക്കുമ്പോൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ ചാടി കയറി എടുക്കുന്ന ഡിസിഷൻസ് ഭാവിയിൽ നമുക്ക് ഭവിഷ്യത്തുണ്ടാകും. അപ്പോൾ വളരെയധികം സന്തോഷം വരുന്ന ഒരു സമയമാണെങ്കിൽ കൂടി നമ്മൾ മറക്കാൻ പാടില്ല, ഭയങ്കരമായിട്ട് ആ ഒരു സന്തോഷത്തിൻ്റെ പേരിൽ എന്തും ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയിൽ നമ്മളാവരുത്. ഇത്തിരി ഹമ്പിൾഡായിട്ട് നിൽക്കാം, ബിക്കോസ് അതും പാസ് ചെയ്യും. ഇറ്റ് ഇസ് മൊമെൻ്ററി ഉണ്ട്. എന്തെങ്കിലും ഒരു പ്രകൃതിയാണ്. എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ വാട്ട് എവർ ഇറ്റ് ഇസ്, പ്രോപ്പർട്ടി ആയിക്കോട്ടെ, മില്യണർ ആയിക്കോട്ടെ, നിങ്ങൾ ആരൊക്കെ ആയാലും പ്രകൃതി വിചാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്നതൊക്കെ ഉള്ളൂ, നിങ്ങളുടെ ഓൺ എക്സിസ്റ്റൻസ് വരെ. അപ്പോൾ സന്തോഷം വരുമ്പോഴും ഹമ്പിൾഡായിട്ടിരിക്കുക, സങ്കടം വരുമ്പോഴും ട്രസ്റ്റ് കീപ്പ് ചെയ്യുക, ബി എന്താ പറയുക, ഒരു ഹോപ്പ് വയ്ക്കാം ദാറ്റ് ദിസ് വിൽ ഓൾസോ പാസ്, ബിക്കോസ് എല്ലാവരുടെയും ജീവിതം അങ്ങനെ തന്നെയാണ്. സോ ദിസ് ഇസ് എ ഫ്രണ്ട്ലി റിമൈൻഡർ ടു ഓൾ ഓഫ് യു ഹു ആർ പാസിങ് ത്രൂ എ വെരി ഡിഫിക്കൽട്ട് ടൈം. അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ട്, പക്ഷെ തെറ്റായിട്ടുള്ള തീരുമാനം എടുക്കാൻ ഉള്ളൊരു വേർജിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ വെരി ഫ്രണ്ട്ലി റിമൈൻഡർ ദാറ്റ് this too shall pass. Until my next video, bye bye.